ചെറുതായിട്ട് കാറ്ററിങ് നടത്തി പോകുന്നുണ്ട്. പലപ്പോഴും വരാൻ കൂടാറില്ല. ഞായറാഴ്ചകളിലും വ്യാഴാഴ്ചയാണ് ഇവിടെ ക്ലാസ് നടക്കുമ്പോൾ അധിക ഞായറാഴ്ചകളിൽ നമുക്ക് തിരക്ക് കൂടുതലാണ്. ഇന്നും വർക്കുണ്ട്. അപ്പം ഉച്ചക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വർക്കൊക്കെ നേരത്തെ തീർത്തിട്ട് പണിക്കാരെ ഏൽപ്പിച്ച് ഞാൻ ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് പോന്നിട്ടുള്ളത്. ഞാൻ ഫൈസൽ സാറിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ചക്കായതുകൊണ്ട് ഞാൻ വരും, ഉച്ചക്കല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് വരാൻ കഴിയില്ല. പക്ഷേ ഈ പരിപാടി ഉച്ചക്കായത് എത്രയോ നന്നായി. കാരണം ഇപ്പോൾ മുസാജി സൂചിപ്പിച്ച പോലെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കുന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എൻ്റെ പേര് ഹുസൈൻ. ഞാൻ അക്യുപഞ്ചറിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ഫൈസൽ സാറിൻ്റെ ക്ലാസ്സിൽ സമയം കിട്ടുമ്പോൾ വരാറുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് വരാൻ പറ്റാറില്ല. ഇൻഷാ അല്ലാഹ് പഠിച്ച എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അജ്മൽ ബാബു. ഞാൻ മലപ്പുറം വേങ്ങര എന്നാണ് വരുന്നത്. ഇതിപ്പോൾ പുതിയ ക്ലാസ് എടുത്തതിൻ്റെ സാധ്യമായിട്ടാണ്. ഇതിപ്പോൾ ഒന്ന് ഉദ്ഘാടനമാണല്ലോ അല്ലേ. ഒരു 5-6 മാസത്തെ ഒരു ക്യാപ്പ് ഉണ്ട്. അത് എന്തായാലും ഒരു മാറ്റമായി തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ ഞാൻ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു 10-15 വർഷമായിട്ട് ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നാട്ടിൽ സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. പിന്നെ 3 മക്കളുണ്ട്, ഭാര്യ, ഉമ്മ, ഉപ്പ എല്ലാവരും ഉണ്ട്. സന്തോഷമായിട്ട് ജീവിക്കണേ. ഈ പ്രസംഗത്തിൻ്റെ താല്പര്യം വെച്ച് കണ്ടാണ് വന്നത്. ഈ സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ കൂടുതൽ താല്പര്യം തോന്നി. ഏതായാലും ഈ ആഗ്രഹം പൂർണ്ണ വരെ വരുന്ന ആഗ്രഹമുണ്ട്. എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരുന്നു. എൻ്റെ പേര് വരുൺ എന്നാണ്. അരീക്കോടാണ് സ്വദേശം. ഞാൻ എൻ്റെ ജോലി ക്ലർക്കാണ്. ഒരു പ്രൈവറ്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ ക്ലർക്കാണ്. കോഴിക്കോടാണ്. പലരെയും പരിചയമുള്ളതാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കഴിഞ്ഞ ഒരു മാസമായിട്ടില്ലായിരുന്നു, അതിൻ്റെ മുമ്പ് ഇതിൻ്റെ താഴത്ത് ക്ലാസ് ആയിരുന്നപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാവരും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷമുണ്ട്. വിശദമായി പരിചയപ്പെടാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അൻവർ. ഞാൻ മലപ്പുറം ചുമ്മാളെന്നാണ് വരുന്നത്. ഞാനിതിന് നേരത്തെ പരിചയപ്പെട്ട 2-3 ആൾക്കാരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊന്നും പരിചയപ്പെട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് പരിചയപ്പെടും. എനിക്കൊരു ഭാര്യ, 3 മക്കളാണുള്ളത്. അവർ സ്കൂളിലും കോളേജിലുമായിട്ട് പഠിക്കുന്നുണ്ട്. ബിസിനസ്സൊക്കെ ചെയ്ത് പോകുന്നെല്ലാം ചെയ്യുന്ന ഹാത്താണ്. ഞാൻ ബ്രൈറ്റ് അക്കാദമിയായിട്ടുള്ളൊരു ബന്ധം വളാഞ്ചേരിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ ബ്രൈറ്റ് അക്കാദമിയിൽ വന്നിട്ടുള്ള ഒരാളാണ്. പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം വരാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഇതിൻ്റെ അടിയിലായപ്പോഴും വന്നിരുന്നു. എനിക്ക് ഈ ബ്രൈറ്റ് അക്കാദമിയെ കൊണ്ട് എനിക്ക് ഗുണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ സമയമോ പൈസയോ എനിക്കൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് വളരെ ഉപകാരം തന്നെയാണ് ഈ അക്കാദമിയായിട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജാഫർ. കോഴിക്കോട് പന്തിരങ്കാവ്. ശരിക്കും പന്തിരങ്കാവല്ല, ഞാൻ പെരുമണ്ണയാണ്. പെരുമണ്ണ എന്ന് പറയുമ്പോൾ ഇവിടെ അറിയില്ല. പന്തിരങ്കാവ് വഴി ബൈപ്പാസ് എല്ലാവരും അറിയുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനൊരു നാട്ടിലെ ഒരു സ്പെഷ്യൽ ഗ്രേഡ് സർവീസ് സഹകരണ മേഖലയിൽ സീനിയർ ക്ലർക്കായിട്ട് പ്രവർത്തിക്കുകയാണ്. ഭാര്യ വീട്ടിലെ മാനേജറാണ്. പിന്നെ ഒരു മോനും ഒരു മോളും. മോൻ BBA ഒക്കെ പഠിക്കുന്നു, മോള് 7ാം ക്ലാസ് പഠിക്കുന്നു. ഇതിൻ്റെ മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഈ 2024 പിറന്നേരം ഞാൻ വന്നിട്ടില്ല. എന്നിരുന്നാലും കുറച്ച് തവണയൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം എന്തായാലും വരാനെന്നോ നിശ്ചയിച്ചതാണ്. കാരണം നമ്മളൊരു സ്ഥാപനം, എനിക്ക് തോന്നുന്നില്ലല്ലോ നമ്മുടെ പ്രദേശത്തായിട്ട് ഇങ്ങനൊരു സ്ഥാപനം സ്വന്തമായിട്ടുണ്ടാക്കിയിട്ട് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അറിവിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. ഒരു പ്രസംഗത്തിനേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ആയാലും ഒരു ട്രസ്റ്റ് ആയാലും ഒരു കൂട്ടായ്മ ആയാലും അവർ ഭൂമി എടുത്തിട്ട് ഒരു സ്ഥലം വാങ്ങി ഇങ്ങനത്തെ ഒരു ഉൾപ്രദേശത്ത് അത് വേണ്ട വിധത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശ്ലാഘിക്കേണ്ട ഒരു സംഭവമാണ്. എന്താ വെച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ അത് അവിടുന്ന് സംസാരിച്ച് പോയിട്ടുണ്ട്. അവരൊന്നും വലിയ പ്രാസംഗികരായിട്ടില്ലെങ്കിലും അവരൊക്കെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ആത്മവിശ്വാസം നേടിക്കഴിഞ്ഞു വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വന്ന ആളായിരിക്കില്ല, ഒരു 5-10 ക്ലാസ്സിൽ വന്നാൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ ലെവൽ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മുടെ ഉയർച്ച എല്ലാം. ഒരു രാജ്യത്ത് ആത്മവിശ്വാസമുള്ള ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ
ഓരോ മൈന്യൂട്ടായ ഗ്രൂപ്പുകളെയും നിയന്ത്രിക്കാൻ അവർ തയ്യാറായി കഴിയുമ്പോൾ രാജ്യം പെട്ടെന്ന് ലോകത്തിന് നെറുകയിലേക്ക് ഉയർത്തപ്പെടും. എല്ലാ മേഖലയും നമ്മൾ കോടിക്കണക്കിന് ഇന്ത്യയിൽ ജനങ്ങളുണ്ട്. പക്ഷേ ആ ജനങ്ങൾ ഇങ്ങനെ ആൾക്കൂട്ടങ്ങളുണ്ടാവും. നിങ്ങൾ കണ്ടില്ലേ, താറാവിനെ, ആയിരക്കണക്കിന് താറാവിനെ ഒരു ചുള്ളൽ വടി കൊണ്ടാണ് അയാൾ കൺട്രോൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന പോലെ ഒരു ജനസഞ്ചയത്തെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കമാൻഡിങ് പവർ, നമ്മളെ വാക്ക് ചാതുര്യ അല്ലെങ്കിൽ ആകർഷകമായ സംസാരം, ഈ ആത്മവിശ്വാസം കഴിയുമെന്ന് പറയുമ്പോൾ രാജ്യത്ത് ഇത്തരം യൂണിറ്റുകളാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യത്താകമാനം ഒരു പഞ്ചായത്തിൽ ഇത്തരം പദ്ധതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റു പദ്ധതികളോ അല്ലെങ്കിൽ ബഡ്ജറ്റോ ദീർഘവീക്ഷണമല്ല, രാജ്യം തീർച്ചയായിട്ടും പുരോഗതിയുടെ പാന്താവിലേക്ക് കയറി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഏറ്റവും നല്ല ആര് കൊടുത്താലും അതിൻ്റെ ബീജ എന്താ പറയുന്നത് സ്ഥാപിച്ചതാരായാലും അതിന് കൊണ്ടു നടക്കുന്നത് എനിക്ക് തോന്നുന്നത് ഫൈസൽ സാർ തന്നെയാണ്. അതിനെ പരിചരിച്ച് കൃത്യമായിട്ട് ഇത് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഈ സംഗതി പോകുന്നുണ്ട്. പക്ഷേ ഈ ചുറ്റുഭാഗത്തുള്ളവർ അത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും വരുന്ന ആളുകളിൽ അത് തിരിച്ചറിയും, അവരും ഇങ്ങോട്ട് വരും. ഇതൊക്കെ ഇപ്പോൾ പുറത്തുനിന്നാണ് ആൾ വരുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഏറ്റവും വലിയ സംഭവത്തിനാണ് നാന്ദി കുറിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡെവലപ്പ് നമുക്ക് സന്തോഷമുണ്ട്. ഇനിയും ഉയരങ്ങൾ ആകാശത്തോളം മുട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പിന്തുണയും നമ്മുടെ മനസ്സോടുണ്ടാവും. ഇവിടെ വരാൻ ആഗ്രഹിക്കാറുണ്ട്, പക്ഷേ വരാൻ കഴിയാറില്ല. എന്നിരുന്നാലും നിങ്ങൾ നേരത്തെ പറഞ്ഞ മിലിറ്ററിൻ്റെ ആ ആകാര ഭംഗിയുള്ളതുകൊണ്ട് വാട്സപ്പിലെ സംഗതി കേൾക്കുന്നുണ്ട്, കണ്ടമായിട്ടുള്ളൊരു പ്രതീതി നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് വന്നപ്പോൾ തന്നെ നിങ്ങളെ പരിചയപ്പെട്ടത്. ഏതായാലും അതിശക്തമായി മുന്നോട്ട് പോവാം. ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മൾ ആ സന്തോഷം കൂടുകയും ചേരുകയും അനുഭവങ്ങൾ അറിയുകയും നമ്മളെ ഈ കഴിവ് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ ഒരു ക്ലാസ് എടുക്കുന്നതിന് പകരം അതിൻ്റെ കൂടെ ഒരു ചർച്ച അനുഭവം പറയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ചാൻസിൽ നമുക്ക് കൂടുതൽ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ പരിചയപ്പെടുത്തൽ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. എൻ്റെ പേര് അനീഷ് കുമാർ, വളാഞ്ചേരി എടയൂരിൽ നിന്നാണ് വരുന്നത്. റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത്, ട്രാക്ക്മാനായിട്ട്. ഭാര്യ, 2 കുട്ടികളുണ്ട്. ഞാനിവിടെ ഏകദേശം 1 വർഷത്തോളമായി പ്രസംഗ പരിശീലനത്തിന് വരുന്നു. എൻ്റെ ഇടയ്ക്ക് കുറച്ച് കാലമായിട്ട് വരാൻ കഴിയാറില്ല, ശാരീരികമായ ബുദ്ധിമുട്ട് കൊണ്ട്. എന്തായാലും ഈ സ്ഥാപനത്തിൽ ഞാൻ വന്ന അന്നത്തേതല്ല, അതിന് ഇങ്ങനെ പുരോഗമിച്ച് വരികയാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാറുകൾ ഒരു പൂവ് ചോദിച്ചൊരു പൂക്കാലം തന്നെയാണ് നമുക്ക് തരുന്നത്. ഇത്രയും മനോഹരമായിട്ടുണ്ട് നമ്മുടെ ഈ സ്ഥാപനം. വരാനും ഇതിൽ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി നമുക്ക് കൂടുതൽ ഒരുപാട് ആളുകളോട് പരിചയപ്പെടാറുണ്ട്. അവരെല്ലാവരും അവരെക്കുറിച്ച് പരിചയപ്പെടും നമുക്കെല്ലാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിദ്ദീഖ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ കുറച്ച് നാളായി ഇവിടെ പ്രാക്ടീസ് വരുന്നുണ്ട്. 4 മാസത്തോളായി. കുറേ പേരൊക്കെ എൻ്റെ കൂടെ ക്ലാസ്സിനുണ്ടായിരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. എനിക്ക് ഒരു എൻ്റെ ഭാര്യ അവിടെ ഇരിക്കുന്നത്. എനിക്ക് 3 കുട്ടികളുണ്ട്, പെൺകുട്ടികളാണ്. ഞാനൊരു ഗൾഫ് റിട്ടയർഡായി വന്ന ഒരാളാണ്. കുറേ താമസിച്ചു പോയി. പബ്ലിക് സ്പീക്കിങ്ങിനുള്ള ഒരു ക്ലാസ്സിന് പങ്കെടുക്കാനുള്ള വളരെ താമസിച്ചു പോയി എന്നുള്ള ഒരു വിഷമമുണ്ട്. എന്നാലും ഇപ്പോഴും കുറേ ഭാഗം പഠിച്ചു വരുന്നു. എല്ലാ പുതിയ ഈ സംരംഭത്തിന് ബ്രൈറ്റ് ഹൗസ് ഞാൻ ബസ്സിൽ വരുമ്പോൾ തന്നെ കണ്ടക്ടറെ ചോദിച്ചു, അതെന്താ ഇവിടെ നടക്കുന്നത്, നിങ്ങളിവിടത്തേക്കാണ്. കാരണം ഇവിടെ വരുന്ന ഡയറക്റ്റ് ബസ്സിൽ ഇന്ന് വന്നത്. അപ്പം ഞാൻ അവിടെ ട്രെയിനിങ് നടക്കുന്ന സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ വഹീദ, കണ്ണൂരിൽ താണാന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഒരു 4-5 മാസമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഇരിക്കുന്ന കുറേ മുഖങ്ങളെല്ലാം പരിചയമുണ്ട്. പിന്നെ 2 മാസമായിട്ട് 1.5 മാസമായിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഇല്ലായിരുന്നു കുറച്ച്. അതുകൊണ്ട് തന്നെ വരുമ്പോൾ എല്ലാവരും മറന്ന പോലെ ഉണ്ട്. എന്നാലും ഇന്ന് ഇവിടെ വരണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഈ ഫൈസൽ സാറിൻ്റെ ഈ ഡ്രീം ബ്രൈറ്റ് അക്കാഡമി എന്നുള്ള അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മളൊന്നിച്ച് വേണമെന്നുള്ളതിൽ മഴയായാലും എന്തായാലും വരണം എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു വന്നത്. എല്ലാ ആശംസകളും നേരുന്നു. വിജയത്തിലേക്ക് കുതിക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു തണലായി കരുത്തായി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാ ആശംസകളും നേർന്നു. നമസ്കാരം. എൻ്റെ പേര് ഖദീജ. ഞാൻ താനാളൂർ ഒഴൂരാണ് എൻ്റെ വീട്.
ഞാനിവിടെ ഫൈസൽ സാറ് ക്ലാസ്സിന് മുമ്പേ വളാഞ്ചേരിയുള്ള സമയത്ത് ഞാൻ വന്നിരുന്നു. ഇവിടെ വരുന്നത് വന്നിട്ടില്ല, വരാൻ സാധിച്ചിട്ടില്ല. എനിക്ക് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ഞാൻ എൻ്റെ അടുത്തുള്ള സ്കൂളിൽ PTA പ്രസിഡൻ്റായിട്ട് ഒരുപാട് കാലമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മുണ്ടുപറമ്പ് കോളേജിലെ ക്യാൻറ്റീനിങ് സ്റ്റാഫായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ സാറെ ക്ലാസ് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നെന്നുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടെയാണ് എല്ലാതും മാറ്റി വെച്ച് ഇവിടെ വന്നത്. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട്, എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നീട് പരിചയപ്പെടാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ വരുന്നത് കുന്നംകുളത്തു നിന്നാണ്. ബ്രൈറ്റ് അക്കാഡമിയിൽ കുറച്ച് ക്ലാസ്സുകൾ പങ്കെടുത്തിട്ടുണ്ട്. 2023 ഈ വർഷം പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ബ്രൈറ്റ് അക്കാഡമിയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ വിപുലീകരണവുമെല്ലാം നമ്മൾ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. ഈ സ്ഥാപനത്തെ ഈ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ചും ഇതിൽ ചെയർമാൻ കൂടിയായിട്ടുള്ള ഫൈസൽ സാർ, മറ്റു അഭ്യുതകാംക്ഷികൾ എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയം നിന്ന് നന്ദി അറിയിക്കുകയാണ്. ബ്രൈറ്റ് അക്കാഡമിയിൽ വന്നതിന് ശേഷം സത്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റം ഈ അക്കാഡമിക്കും ഉണ്ടാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. കുടുംബം, അച്ഛൻ, അമ്മ, ഭാര്യ, 2 മക്കൾ, 2 പേരും വർക്ക് ചെയ്യുന്നു. മൂത്താൾ ഫിസിയോതെറാപ്പിസ്റ്റാണ്, കോഴിക്കോട് വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ. 2ാമത്തെ ആൾ അക്കൗണ്ടൻ്റാണ്, എറണാകുളത്ത് നാഷണൽ ബാങ്ക് കമ്പനിയിലാണ്. സുഖമായി പോകുന്നു. പിന്നെ ബ്രൈറ്റ് അക്കാഡമിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും ഭാഗഭാക്കാവുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. എനിക്കും അതിൻ്റെ ചെറിയൊരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ പരിചയപ്പെടാം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എൻ്റെ പേര് അബു താഹിർ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഞാൻ പട്ടാമ്പി ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റ സ്വദേശിയാണ്. എൻ്റെ സ്ഥാപനം ഇവിടെ കോട്ടക്കൽ രണ്ടത്താണിയിലാണ്. ഒരു പാഴ്വസ്തുക്കളെ പുനരുപയോഗം നടത്തുന്ന ഒരു സ്ഥാപനം നടത്തി വരുന്നു. ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കൂ പുനരുപയോഗത്തിലൂടെ എന്നുള്ള മഹത്തായ സന്ദേശം നൽകിക്കൊണ്ട് പൊതുസമൂഹത്തിൽ ചെയ്യാവുന്നത് അണ്ണാരക്കണ്ണനും തന്നായത് എന്നല്ലാണ്. അപ്പോൾ അതുപോലെ നടത്തിപ്പോരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ എന്തായാലും ബ്രൈറ്റ് അക്കാദമി ഈ ഹാളിൽ, ഈ ചുമരിലെ ഈ കണ്ടൻറ്റുകൾ മതി ഇതിനെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാണ്. അപ്പോൾ എന്തായാലും മനോഹരമായിരിക്കുന്ന ഈ ഹാളും അതുപോലെ തന്നെ ഫൈസൽ സാറിൻ്റെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൂലം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് അടുത്തറിയാൻ കഴിഞ്ഞു. ഈ ഉള്ളവനെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ബന്ധപ്പെടുന്നത് ഒരു സയ്യിദ് അവറുകളാണ്. അദ്ദേഹം കോഴിക്കോട് ഭാഗത്തുള്ളതാണ്. അപ്പോൾ മൂസ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബന്ധങ്ങളിൽ നിന്നാണ് നമ്മൾ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹം കോഴിക്കോട് സ്വദേശിയായ ആളാണ്. എനിക്ക് ഫൈസൽ മാഷ നമ്പർ തരുന്നതും ഈ ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്യുന്നതുമായിട്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. എൻ്റെ പേര് പ്രദീപ്. ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഇത് തന്നെയാണ് എൻ്റെയും പ്രശ്നം. എന്താ ഈ ഒരു വേദി കണ്ടപ്പോൾ തന്നെ എൻ്റെ ആത്മവിശ്വാസമൊക്കെ പോയി. ആത്മവിശ്വാസമല്ല, പറയാനുള്ളൊരു ആത്മവിശ്വാസമില്ലായ്മ, വാക്കുകൾ കിട്ടാത്ത അവസ്ഥ. എൻ്റെ ജോലി സ്ഥലത്തായിരുന്നാലും, ഞാൻ ഒരു ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്, നാട്ടിലായിരുന്നാലും ഇതുപോലത്തെ പ്രോഗ്രാമുകൾ, റിട്ടയർമെൻറ്റ് ഫങ്ഷൻസ്, അതുപോലത്തെ നാട്ടിലായിരുന്നാലും ഓണാഘോഷങ്ങളിൽ ക്ലബ്ബുകൾ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇതുപോലൊരു അവസരം വരുമ്പോൾ 2 വാക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഭയമാണ് ഇങ്ങനെ വേദിയെ അഭിമുഖീകരിക്കാനുള്ള സഭാകമ്പം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ യൂട്യൂബുകൾ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ പല വീഡിയോകളും കണ്ട് വന്നപ്പോഴാണ് സാറിൻ്റെ വീഡിയോസ് കാണാൻ അവസരമുണ്ടായി. അങ്ങനെ അപ്പോൾ സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, പ്രസംഗിച്ച് തന്നെ പഠിക്കണം എന്ന്. അതാണ് എന്നെ
ധാരാളം യൂട്യൂബ് ചാനൽ എങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ അഭിപ്രായം എങ്ങനെ അതിനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ക്ലാസ്സൊക്കെ ധാരാളം കേട്ടു. പക്ഷേ അതുകൊണ്ടൊന്നും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സാറ് പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രസംഗിച്ച് തന്നെ പഠിക്കണം, അങ്ങനെ ഇങ്ങനൊരു സ്ഥലമുണ്ട്. അപ്പോൾ സാറിനെ ഒരു പ്രാവശ്യം വിളിച്ച്, അപ്പോൾ എനിക്ക് തോന്നിയത് വളരെ ദൂരമാണല്ലോ എന്നാണ് എൻ്റെ തോന്നൽ. ദൂരമൊന്നും അല്ല, ആവശ്യക്കാർക്ക് അതും അറിയാം സാർ. അപ്പോൾ എനിക്ക് തോന്നി ഇത് വളരെ ദൂരമാണല്ലോ എന്ന് 2-3 മാസം മുന്നേ എൻ്റെ മനസ്സിൽ തോന്നി. ഈ ഉദ്യമം പതുക്കെ അങ്ങ് മാറ്റിവെച്ച് വീണ്ടും അവസരങ്ങൾ വീണ്ടും ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇതുപോലെ 2 വാക്ക് പറയണം, ഇതുപോലത്തെ ഒരു വേദികൾ, റിട്ടയർമെൻറ്റ് ഫംഗ്ഷനും അതുപോലത്തെ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഈ അപകർഷതാ ബോധം ഇതെങ്ങനെയെങ്കിലും ഒന്ന് വശത്താക്കണമല്ലോ ഈ ഒരു കല. അല്ലെങ്കിൽ കൂടുതലൊന്നും പ്രത്യേകിക്കേണ്ട, ഒരു 5 മിനിറ്റെങ്കിലും ഒരു പറയാനുള്ള സ്വന്തം അഭിപ്രായം പറയാനുള്ള ഒരു അവസരം, അത്രേ ആഗ്രഹമുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഈ ഫൈസൽ സാറിലൂടെയും ഈ അക്കാദമിയിലൂടെയും നേടിത്തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിന്ന് ജോയിൻ ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ഫാമിദ്. ഞാൻ എടവണ്ണ പത്തപ്പുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു, താഴെ ആയപ്പോൾ. ഇവിടെ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. പിന്നെ സിയാമാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഫസ്റ്റത്തെ പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടില്ല. നമുക്കൊരു സ്ഥലം വരെ പോകാണ്ടെങ്കിൽ പോരണമെന്ന് ചോദിച്ചാൽ അങ്ങനെ പോന്നിരുന്നു. അങ്ങനെ പോന്ന് ഒരു ദിവസം മൂപ്പരൊന്ന് നേരെ വൈകിയതുകൊണ്ട് മൂപ്പര് ഇതിൻ്റെ ഉള്ളിൽ കയറി എന്നോട് വണ്ടിയിൽ നിർത്തുകയും ചെയ്തു. എന്നോട് സംഭവം പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് നമ്മൾ പ്രസംഗം പഠിക്കാനാണ്, പ്രസംഗത്തിൻ്റെ ഒരു ഇതിലാണ് വന്നതെന്ന് മൂപ്പർ പറഞ്ഞു. പിന്നെ 2ാമത്തെ പ്രാവശ്യം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പോരണമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പോകുന്നതായിരുന്നു. അന്ന് ഇവിടെ വന്നു കുറച്ച് പേരെ പരിചയപ്പെട്ടിരുന്നു. അന്ന് 2-3 ആൾക്കാർ ഇവിടെ ഉണ്ട് പരിചയപ്പെട്ട. ഇപ്പോൾ പുതിയ മുഖങ്ങളാണ്. അപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് അന്ന് ഫസ്റ്റത്തെ ദിവസം വന്നത്, 2ാമത്തെ പ്രാവശ്യം വന്നന്ന് ഫസ്റ്റത്തെ ദിവസം വന്നന്ന് ഇതിൻ്റെ സ്റ്റേജിലേക്ക് കയറാൻ പേടിയായിരുന്നു. കുറേ അങ്ങോട്ട് സംസാരിച്ചു, പിന്നെ അങ്ങോട്ട് ധൈര്യം കൂടി. പിന്നെ സിയാബിനോട് ഞാൻ പറഞ്ഞു, പോകുമ്പോൾ ഫ്രീ ഉണ്ടെങ്കിൽ ഞാൻ പോരാം, എനിക്ക് നല്ല താല്പര്യമുണ്ട്. ഫൈസൽ സാറെ ക്ലാസ്സൊക്കെ ഞാൻ വാട്സപ്പിൽ കൂടെ ഗ്രൂപ്പിൽ കൂടെ ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ അടിച്ചപ്പോൾ നല്ല മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു താല്പര്യമാണ്, ഉന്മേഷമാണ്. ഇതിലേക്ക് വരണം, നമുക്ക് പ്രസംഗിച്ച് പഠിക്കണം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നും സിയാബ് വിളിച്ചപ്പോൾ അങ്ങനെ പോകുന്നത്. അപ്പോൾ എല്ലാവരും പ്രസംഗിച്ച് പഠിക്കുക അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നമസ്കാരം. എൻ്റെ പേര് അഷ്റഫ് എന്നാണ്. ഞാൻ കൊളത്തൂരടുത്ത് വെങ്ങാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഈ ക്ലാസ്സിൽ ചേർന്നിട്ട് 6 മാസത്തോളമായി. വളരെ നല്ലൊരു ക്ലാസ്സാണ്. നമ്മൾ വെറും പ്രസംഗിച്ച് പഠിക്കൽ മാത്രമല്ല, നമ്മളൊരു മനുഷ്യൻ്റെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുകൂടിയാണ് നമ്മുടെ ഈ ബ്രൈറ്റ് അക്കാദമിയിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ, നീന്തലറിയാത്തൊരു മനുഷ്യൻ ഒരു കുളത്തിലോ ഒരു കായലിലോ അകപ്പെട്ടാൽ ആ മനുഷ്യന് മുങ്ങിത്താഴുന്ന സമയത്ത് അയാൾക്കൊരു പിടിയായിട്ട് ഒരു കയറെന്തെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ അതിലൂടെ പിടിച്ച് ജീവിതത്തിലേക്ക് കയറി വരും. അതുപോലെയാണ് ഈ ബ്രൈറ്റ് അക്കാദമി. നമുക്ക് എല്ലാവർക്കും ഒരു കയറായിട്ടാണ് ഈ ബ്രൈറ്റ് അക്കാദമി എനിക്ക് തോന്നിയത്. അത് പ്രസംഗത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമുക്ക് ഈ ബ്രൈറ്റ് അക്കാദമി ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇനിയും നമുക്കത് ഉപകാരപ്പെടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ താഴെയുള്ള ഹാളിൽ നിന്ന് ഇതുപോലെ ഒരു വലിയ ഹാളിലേക്ക് ആയി, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഇനിയും പങ്കെടുക്കാനും എനിക്കും നിങ്ങൾക്കും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യ ഫൈസൽ സാർ, പിന്നെ ഒരേ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ബ്രൈറ്റ് അക്കാദമിയിൽ ഇങ്ങനെ ഒരു സെറ്റപ്പായതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും
നന്ദിയും അതേപോലെ അഭിനന്ദനവും അറിയിക്കുകയാണ്. പിന്നെ ഈ ബ്രൈറ്റ് അക്കാദമിയിൽ ഞാൻ 5-6 മാസമായി വന്നിട്ട്, അതിന് മുമ്പൊക്കെ കുറേ ക്ലാസ്സുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു വന്നു കഴിഞ്ഞാലുള്ള ഒരു ഊർജം അത് വളരെ വലുതാണ്. പ്രസംഗം പഠിക്കുക, ഇവിടെ പറഞ്ഞ പോലെ പ്രസംഗം പഠിക്കുക എന്നതിലപ്പുറം നമ്മുടെ ആത്മവിശ്വാസവും അതുപോലെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നിന്ന് ഫൈസൽ സാർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല കോഴ്സുകളും വളരെയധികം ഉപകാരപ്രദമാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ബ്രൈറ്റ് അക്കാദമി സമൂഹത്തിന് വളരെയധികം ഒരു സംഭാവനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്കൊക്കെ പ്രസംഗം പഠിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ അതൊരു മറ്റുള്ളവരോട് പറയാനൊക്കെ പൊതുവെ ഒരു ജാള്യത ഉണ്ടാവാറുണ്ട്, പലപ്പോഴും കളിയാക്കാറുമുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണം അനുഭവിച്ചറിയുമ്പോഴാണ് ബ്രൈറ്റ് അക്കാദമിയുടെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഈ ഒരു പുതിയ സെറ്റപ്പിലൂടെ ഒരുപാട് ആളുകളെ നല്ല പ്രസംഗകരാക്കാനും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വിജയം വരിക്കാനുള്ള ജീവിത നൈപുണികൾ നേടിയെടുക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. അനിതര സാധാരണമായ ഈ സദസ്സിൽ സന്നിഹിതരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ആദ്യമേ പറയട്ടെ, പുരോഗതിയുടെ ഈ പുതിയ അധ്യായത്തിന്, അതുപോലെ തന്നെ പുതുക്കിപ്പണിയലിൻ്റെ ഈ സ്നേഹ സംരംഭത്തിന് എൻ്റെ ഹൃദയം തൊട്ട അഭിവാദനങ്ങൾ. ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതിൽ ഇവിടെ വലിയ പ്രസക്തിയില്ല, കാരണം ഇതൊരു വലിയ പ്രാധാന്യമുള്ള ഈ സദസ്സിൽ എന്നെക്കുറിച്ച് പറയുന്നത് അപ്രസക്തമാണ്. എന്നാലും ഞാൻ പറയാം. ഞാൻ പരപ്പനങ്ങാടിയിലാണ് എൻ്റെ സ്ഥലം. എൻ്റെ പേര് മുഹമ്മദ് ഷഫീഖ്. ഞാനൊരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. പ്രസംഗകല എനിക്കിഷ്ടമാണ്. പക്ഷേ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള നീതികേടിൻ്റെ ആ പൊരുത്തക്കേടിൻ്റെയൊക്കെ ഒരു കാര്യം ഓർക്കുമ്പോൾ ഈ മേഖലയിലേക്ക് കടക്കാൻ ആശങ്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഫൈസൽ സാറിൻ്റെ കഠിനമായ പരിശ്രമത്തിൻ്റെ, കൊടും തപസ്സിൻ്റെ ഒരു സഫല സുന്ദരമായ മുഹൂർത്തമാണ് ഇത്. അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ, നിരുത്സാഹപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞ പോലെ, ആളുകൾ നിങ്ങളെ കല്ലെറിയും, നിങ്ങളത് നായികക്കല്ലാക്കുക. അതുപോലെ തന്നെ വിമർശനങ്ങളെ അതിൻ്റെ പാട്ടിന് വിടുക. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ റഷീദ് കേക്ക് എടപ്പാളിൽ നിന്നാണ് വരുന്നത്. ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരമൊരുക്കി തന്ന ഈ സംഘാടകരെയും എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ജോലി ഞാൻ BSNL വർക്ക് ചെയ്യുന്നത്, മലപ്പുറത്ത്. എൻ്റെ പേര് അബ്ദുൽ അസീസ്. ഒരു 20 കിലോമീറ്റർ അപ്പുറത്ത് പാങ്ങ് എന്ന സ്ഥലത്താണ്, പാങ്ങപ്പള്ളി പറമ്പ്. ഞാൻ ജോലി ചെയ്യുന്നത് KSCBയിലാണ്. സബ് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 4 മക്കളുണ്ട്. മൂത്തത് ആൺകുട്ടിയാണ്, താഴെ 3 പെൺകുട്ടികളും. മൂത്ത കുട്ടി ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.